നമ്മുടെ പള്ളുരുത്തിയിൽ പുലവാണിഭം നടക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രമെന്ന് എത്ര പേർക്കറിയാം? എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ എല്ലാ വർഷവും നടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ളൊരു മേളയാണ് പള്ളുരുത്തി പുലവാണിഭ മേള. അധസ്ഥിത സമൂഹത്തിന് ക്ഷേത്രപ്രവേശനം നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് കൊച്ചി രാജാവിൻ്റെ പ്രത്യേക വിളംബര പ്രകാരം പള്ളുരുത്തി അഴകിയകാവ് ദേവീക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ വിളംബരത്തിലൂടെ അവർണർക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറന്നുകൊടുത്തു. വർഷത്തിൽ ധനുമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത്. അക്കാലത്ത് കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നും താഴ്ന്ന ജാതിക്കാർ ഒത്തിരി ദിവസം യാത്ര ചെയ്ത് ഇവിടെ തൊഴാനായിട്ട് എത്തിച്ചേർന്നിരുന്നു. യാത്രാ ചെലവുകൾക്കായി അവർ തങ്ങൾ നിർമ്മിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ ക്ഷേത്ര പരിസരത്തെത്തി വിറ്റഴിച്ചു. എന്നാൽ സവർണരായവർ ഈ വാണിഭത്തെ പുലവാണിഭം എന്ന് ആക്ഷേപിച്ചു വിളിച്ചു. ഈ ആക്ഷേപം അവർണർ പിന്നീട് അംഗീകാരമായി കാണുകയും ധനുമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ഇത് ആചരിക്കുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി അഴകിയകാവ് ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് പുലവാണിഭം നടക്കുന്നത്. പല ജില്ലകളിൽ നിന്നും വ്യാപാരം നടത്താനായിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. വാണിഭത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കച്ചവടക്കാർ ഇവിടെ എത്തുകയും വാണിഭം കഴിഞ്ഞ് ആഴ്ചകളോളം ഇതേ കച്ചവടം തുടരുകയും ചെയ്യുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ട് പോകുന്നൊരു കാര്യമാണ് നമ്മുടെ പള്ളുരുത്തിയിലെ പുലവാണിഭം. ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.